മാന്യ പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ പറയുന്ന ഒരു വിവരമാണ്. നമ്മുടെ ഒരു സംഘപ്രവർത്തകൻ, അവനെ പോപ്പുലർ ഫ്രണ്ട് SDPക്കാർ ഒരു കള്ളക്കേസിൽ കുരുക്കിക്കൊണ്ട് അദ്ദേഹം ഇന്ന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കേസ് നടത്തിപ്പിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വേണം. അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ ഒരുപാട് ബന്ധങ്ങളുണ്ട്, അവരെയൊക്കെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് ഈ വിഷയം അവതരിപ്പിക്കാനുള്ള ആ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയതുകൊണ്ട് ഇന്ന് ഞാനിവിടെ ഒരു UPI ട്രാൻസാക്ഷൻ വേണ്ടി ഗൂഗിൾ പേക്ക് വേണ്ടിയിട്ടും Paytm അല്ലെങ്കിൽ മറ്റ് UPI ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള 2 നമ്പറുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഈ നമ്പറുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ഗൾഫിലൊക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. ഇതിവിടെ കാണിക്കാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു സംഘപ്രവർത്തകന് അദ്ദേഹം ജയിലിൽ പോവാതിരിക്കാൻ വേണ്ടി ഒരു നിയമ പോരാട്ടത്തിലാണ് നമ്മൾ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് ആവശ്യമുണ്ട്. അപ്പൊ അതിലേക്ക് പറ്റുന്നവരെല്ലാവരും സഹായിക്കുക. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വീണ്ടും ഒന്ന് പറയുകയാണ്, ആവർത്തന വിരസതയായിട്ട് ആരും തോന്നരുത്. അത്രയും വലിയൊരു അത്യാവശ്യ ഘട്ടമായതുകൊണ്ടാണ്. ഇന്ന് ഫീൽഡിൽ ഒരുപാട് കറങ്ങി കുറച്ച് കാശൊക്കെ കിട്ടി, പക്ഷെ വലിയ സംഖ്യയാണ് വേണ്ടത്. അപ്പൊ നമ്മളാൽ കഴിയുന്ന എല്ലാവരും പലതുള്ളി പെരുവെള്ളം എന്നല്ലേ ഉള്ളത്. അപ്പൊ അത്തരത്തിലുള്ള പെരുവെള്ളത്തിലേക്ക് പറ്റുന്ന എല്ലാവരും പല തുള്ളികളായിട്ട് സഹായിക്കണമെന്ന് വീണ്ടും പറയണം. ഇനി ഈ വീഡിയോ കഴിഞ്ഞാൽ ഈ വിഷയത്തിന്റെ വിശദമായിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. എന്താണ് വിഷയം എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. വൈദ്യുതിയുടെ ചാർജ്. വടക്കേ ഇന്ത്യയിൽ വൈദ്യുതി ഉണ്ടാക്കുന്നത് കൽക്കരി കത്തിച്ചിട്ട്, നാഫ്ത കത്തിച്ചിട്ട്, ഡീസൽ കത്തിച്ചിട്ട്, അതല്ലെങ്കിൽ ആണവ ശക്തി ഉപയോഗിച്ച്. എന്നാൽ കേരളത്തിൽ വൈദ്യുതി ഉണ്ടാക്കുന്നത് പച്ചവെള്ളത്തിൽ നിന്നാണ്. ഈ പച്ചവെള്ളം ഒഴുകുന്ന 44 നദികളുണ്ട്, 100 കണക്കിന് അണക്കെട്ടുകളുണ്ട്, ജലവൈദ്യുത പദ്ധതികൾ ഉണ്ട്. ഇവിടെയൊന്നും വെള്ളം വില കൊടുത്ത് മേടിച്ചിട്ടല്ല കറണ്ട് ഉണ്ടാക്കുന്നത്. എന്നിട്ടും കേരളത്തിലെ വൈദ്യുതിയുടെ വില മറ്റെല്ലാ സംസ്ഥാനങ്ങളെ വൈദ്യുതി വിലയേക്കാൾ വളരെ വളരെ കൂടുതലാണ്. 4 ഇരട്ടി 5 ഇരട്ടി ഒക്കെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുക. 8ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു വർക്കർ പ്രൊമോഷൻ കിട്ടി, അദ്ദേഹം ലൈൻമാൻ ആകുന്നു. ലൈൻമാൻ പ്രൊമോഷൻ കിട്ടി ഓവർസിയർ ആകുന്നു. ഓവർസിയർ പ്രൊമോഷൻ കിട്ടി സബ് എഞ്ചിനീയർ ആകുന്നു. ഈ സബ് എഞ്ചിനീയർ ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് 1.5 ലക്ഷം രൂപ ശമ്പളമാകും. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തുല്യമായി ശമ്പളം മേടിക്കുകയാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ 8ാം ക്ലാസ്സുകാരൻ. ഇത് കേരളത്തിന് പുറത്ത് നമുക്ക് ഒരിടത്തും കാണാൻ പറ്റുന്ന കാര്യമല്ല. 8ാം ക്ലാസ്സുകാരൻ ഞാൻ ആക്ഷേപമായിട്ട് പറഞ്ഞതല്ല. 10ാം ക്ലാസ് പാസ്സായവനെ ഈ ജോലിക്ക് എടുക്കരുതെന്ന് പിണറായി വിജയൻ 1996 നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്നപ്പോൾ 10ാം ക്ലാസ് പാസ്സായാൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്കറാകാൻ പറ്റില്ല. അപ്പൊ കൂടുതലും വരുന്നത് 8ാം ക്ലാസ്സുകാരാണ്. ആ 8ാം ക്ലാസ്സുകാരൻ കുറച്ച് കഴിയുമ്പോൾ ലൈൻമാൻ ആകുന്നു. ലൈൻമാൻ പിന്നെ ഓവർസിയർ ആകുന്നു. ഓവർസിയർ പിന്നെ സബ് എഞ്ചിനീയർ ആകുന്നു. അപ്പോഴത്തേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ ശമ്പളം ആകുന്നു. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യമാണ് PSC മെമ്പർമാരുടെ ശമ്പളം. ഞാനിതൊക്കെ സാമ്പിൾ പറയുന്നതാണ്, അല്ലാതെ ഇത് എല്ലാവരുടെയും കൂടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയാം. PSC മെമ്പർമാരുടെ ശമ്പളം എന്ന് പറയുന്നത് 4 ലക്ഷമാക്കി വർദ്ധിപ്പിക്കാൻ പോവാണ്. ഇപ്പൊ തന്നെ 2.5-3.5 ലക്ഷം ഉണ്ട്. അത് പോരാ, 4 ലക്ഷം 4.5 ലക്ഷമാക്കി വർദ്ധിപ്പിക്കാൻ പോവാണ്. ഇതിന്റെ കൂടെ പറയും സാമ്പത്തിക മാന്ദ്യമാണ്, നമുക്ക് സാമ്പത്തികം ഇല്ല എന്ന് പറയുകയും ചെയ്യും. അതേസമയം ഈ വർധനവുണ്ട്. ഈ കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ആഴ്ചയിൽ കേരള മുഖ്യമന്ത്രിയുടെ IT ഉപദേഷ്ടാക്കളുടെ എണ്ണം വീണ്ടും വർദ്ധിപ്പിച്ചു. 4 പേരെ കൂടെ വെച്ചു. മാസശമ്പളം 2 ലക്ഷത്തിൽ കൂടുതൽ. അപ്പോ ഒരു മാസം 8 ലക്ഷത്തിലധികം രൂപ മാസശമ്പളം കൊടുക്കേണ്ട 4 പേരെയും കൂടി കഴിഞ്ഞ ആഴ്ചയിൽ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചു. ഇപ്പോൾ ഞാൻ ഏതാനും സൂചകങ്ങൾ മാത്രമാണ് പറഞ്ഞത്, ഉദാഹരണങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഈ തരത്തിലുള്ള സാമ്പത്തിക ധൂർത്ത് നടത്തിയിട്ട് പണക്കാരുടെ കയ്യിൽ നിന്ന് നികുതി പിരിക്കാതെ ഇരുന്നിട്ട് അവർ വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ്. അതില് ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുന്ന ഒരാളാണല്ലോ അദാനി. അദാനി തുറമുഖം നമ്മുടെ കേരളത്തിൽ വന്ന സമയത്ത് ഒരു എഗ്രിമെന്റ് ഉണ്ട് കേരള ഗവൺമെന്റുമായിട്ട്. തുറമുഖം പ്രവർത്തനം ആരംഭിക്കുന്ന ദിവസം അത് ആരംഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് അതിന് ഫൈൻ അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ്. അതായത് ഒരു ദിവസം ലക്ഷക്കണക്കിന് രൂപ ഫൈൻ അടയ്ക്കണം. അങ്ങനെ എല്ലാം കൂടെ 300-ലധികം കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന് അദാനി ഫൈൻ കൊടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗം കൂടി ഒരു തീരുമാനമെടുത്തു, അദാനിയുടെ ഫൈൻ വേണ്ടാന്ന് വെച്ചു. അപ്പൊ അദാനിയെ സംരക്ഷിക്കുന്നത് ആരാ? അദാനിയുടെ ഫൈൻ വേണ്ട എന്ന് വെക്കാൻ, 100 കണക്കിന് കോടി കിട്ടുമായിരുന്ന തുക വേണ്ട എന്ന് വെക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനമെടുത്തു. എന്നിട്ട് അദാനിയെ ചീത്ത പറയുകയും ചെയ്യും. ആരാ അദാനിയുടെ കൂടെ എന്നുള്ളത് വ്യക്തമായല്ലോ. ഇങ്ങനെയുള്ള 100 ഉദാഹരണങ്ങൾ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ ഞാൻ അതെല്ലാം പറഞ്ഞ് സമയം കളയാനല്ല ഉദ്ദേശിക്കുന്നത്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഏറ്റവും കൂടുതൽ അപകടകരമായ പൊട്ടിത്തെറിയിൽ വൈദ്യു പറഞ്ഞതുപോലെ ഒരു അറ്റം ബോംബിന്റെ മുകളിൽ നിൽക്കുകയാണ്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. എല്ലാവരും പറഞ്ഞത് മലയാളം പോലെയായി. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. കഞ്ഞി കുടിച്ചു കിടക്കാൻ, അതായത് ചാകാൻ പോകുന്നയാളിന് അവസാനത്തെ തുള്ളി വെള്ളം കൊടുക്കുന്നതിനാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്ന് പറയുന്നത്. അത് ഗ്രാന്റ് ആണ്, തിരിച്ചു കൊടുക്കണ്ട.
അങ്ങനെ കേരള ഗവൺമെന്റിന്റെ പ്രവർത്തനം മുടങ്ങാതിരിക്കാൻ വേണ്ടി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കൊടുക്കുന്നു. മറ്റ് സംസ്ഥാന ഗവൺമെന്റുകളും കൊടുക്കുന്നുണ്ട്. 28 സംസ്ഥാനത്തില് ഏതാണ്ട് 5-6 സംസ്ഥാനത്തിന് മാത്രമേ ഇത് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് ജീവിക്കാനുള്ള വക സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഈ പറഞ്ഞ പിച്ചക്കഞ്ഞി പൈസ മേടിക്കുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ക്രൈസിസിലേക്ക് കേരളം എത്തിയത്? തികഞ്ഞ സാമ്പത്തിക കെടുകാര്യസ്ഥതയാണ്. അതിന്റെ കാരണം എന്താണ്? ലോകത്തെ 56 രാജ്യങ്ങൾ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം 52 രാജ്യങ്ങളിലും തകർന്നു വീണു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല തകർന്നത്, രാജ്യം തന്നെ തകർന്നു പോയി. ഇപ്പൊ ഇന്ത്യയിലെ 3 സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നു. അതിൽ 2 സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു വീണു, സംസ്ഥാനവും തകർന്നു പോയി, പശ്ചിമ ബംഗാളും ത്രിപുരയും. മൂന്നാമത് ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു. ഈ അധികാരം താഴെ വീഴുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനം തകർന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ സാമ്പത്തികമായി പരിപൂർണമായ പരാജയമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നുള്ളത് ലോകം മുഴുവൻ തെളിയിച്ചിട്ടും മലയാളിക്ക് മാത്രം ഇന്നും മനസ്സിലാവുന്നില്ല. സാമ്പത്തികമായി ഏറ്റവും വലിയ അരക്ഷിതാവസ്ഥ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നത് റോഡുകളിലാണ്. ഇപ്പോ റോഡുകളിൽ കൂടി യാത്ര ചെയ്യുന്ന എല്ലാവരും പറയും, ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ബസ്സാണെങ്കിലും എല്ലാവരും പറയും ഭയങ്കര തിരക്കാണ് കേരളത്തിൽ. അപ്പൊ കേരളം ചെറുതായതുകൊണ്ടാണ്, ജനസംഖ്യ കൂടുതലായതുകൊണ്ടാണ്? ഒന്നുമല്ല, വെറുതെ പറയുന്നത്. കേരളത്തിന്റെ റോഡുകളിൽ തിരക്കുണ്ടാവുന്നതിന്റെ കാരണം ബസ് ചാർജ് വളരെ കൂടുതലാണ്. 4 പേര് കാറിൽ പോവുകയാണെങ്കിൽ ബസ്സിൽ പോകുന്നതിൽ ലാഭമാണ്. ഇനി അതല്ല, ഇലക്ട്രിക് കാറും കൂടെ ആണെങ്കിലോ, ഇലക്ട്രിക് കാറാണെങ്കിൽ അതിനേക്കാൾ ഭയങ്കര ലാഭമാണ്. കിലോമീറ്ററിന് 1 രൂപ ഒക്കെ ചെലവ് വരുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരൻ ബസ്സിൽ കയറിയാൽ പൈസ കൂടുതലാകും എന്നുള്ളത് കൊണ്ട് ഒരു ബൈക്ക് മേടിക്കുന്നു. 3-4 പേര് യാത്ര ചെയ്യുന്ന ഒരു വീടാണെന്നുണ്ടെങ്കിൽ അവരൊരു കാർ മേടിക്കും. ബസ്സിൽ കയറുന്നതിനേക്കാൾ കൂടുതൽ ലാഭം അതാണ്. അങ്ങനെ വരുമ്പോൾ റോഡ് നിറഞ്ഞ് കവിഞ്ഞ് വാഹനങ്ങൾ ഒഴുകുകയാണ്. നേരെ മറിച്ച് ബസ് ചാർജ് കുറവാണെങ്കിൽ ഇത്ര ആൾക്കാർ ഇതിൽ കയറേണ്ട കാര്യമില്ല, അവർ ബസ്സിന് പൊക്കോളും. ബസ്സിൽ കയറുമ്പോൾ സാമ്പത്തികം കൂടുതലാണ്, അതുകൊണ്ടാണ് ബൈക്കും കാറിന്റെ എണ്ണം വർദ്ധിക്കുന്നത്. അപ്പോൾ ഇത്തരം സൂചനകളിലൂടെ തന്നെ നമുക്ക് വളരെ വ്യക്തമാണ് സാമ്പത്തിക കെടുകാര്യസ്ഥതയുടെയും ആസൂത്രണമില്ലായ്മയുടെയും ഏറ്റവും വലിയ അപകട മുനമ്പിലാണ് കേരളം നിൽക്കുന്നത് എന്ന്. ഇത് നിയന്ത്രിച്ചില്ല എങ്കിൽ, ഇത് മനസ്സിലായില്ല എങ്കിൽ ഇത് വലിയ അപകടത്തിലേക്ക് പോകും. ഇത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് സംസ്ഥാന ഗവൺമെന്റിനാണ്. അതുകൊണ്ട് ഈ മാസം 5-ാം തീയതി സംസ്ഥാന ഗവൺമെന്റ് സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്രത്തിനെതിരെ. എന്താ പറയുന്നത്? കേന്ദ്രം തരാനുള്ളത് തരുന്നില്ല, സാമ്പത്തികമായി ഞെരുക്കുന്നു, പ്രതികാര നടപടി എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്യുക. അത് കണ്ണിൽ പൊടിയിടാനുള്ള സമരം. ആത്മാർത്ഥമായിട്ടാണ് ഈ സമരം ചെയ്യുന്നതെങ്കിൽ സർക്കാരിന്റെ നയമായി സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന LDF സർക്കാരിന്റെ നയം തന്നെ ധൂർത്താണ്. മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ മേടിച്ചു, കോടിക്കണക്കിന് രൂപയുടെ ഹെലികോപ്റ്റർ മേടിക്കല്ല, വാടകയ്ക്ക് എടുത്തു. ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നാൽ, പ്രത്യേകിച്ച് വെള്ളപ്പൊക്കം, അതല്ലെങ്കിൽ ഭൂകമ്പം, അതല്ലെങ്കിൽ ഉരുളുപൊട്ടൽ, അവിടെ ഓടി എത്തണമെങ്കിൽ ഒരു സാധനം വേണ്ടേ? പക്ഷെ എത്ര ഉരുളുപൊട്ടി, എവിടെയെങ്കിലും ഹെലികോപ്റ്റർ എന്നോ മുഖ്യമന്ത്രി പോയോ? ഒന്നുമില്ല. എന്നാൽ ഈ മുഖ്യമന്ത്രിയുടെ വാടക കൊടുത്ത് വെറുതെ ഇട്ടിരിക്കുന്ന ഹെലികോപ്റ്റർ കുറെ ഭക്ഷണ സാധനങ്ങളോ മരുന്നോ സ്ഥലത്തെത്തിച്ചോ? അതുമില്ല. അപ്പോൾ ഇതിന്റെയൊക്കെ പുറകിലുള്ള ഉദ്ദേശം എന്താണ്? ഇങ്ങനെ കെടുകാര്യസ്ഥത മാത്രം. കിഫ്ബി എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കി കേന്ദ്രത്തെ അറിയിക്കാതെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ. അവസാനം കിഫ്ബിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കിഫ്ബി നഷ്ടത്തിലാണ്. കിഫ്ബിയിൽ നിന്ന് പൈസ കിട്ടിയിട്ടൊന്നും ഒരു കാര്യം നടക്കില്ല. ട്രഷറി ബില്ലുകളെല്ലാം തന്നെ ബാൻ ചെയ്തു. സർക്കാരിന്റെ കരാറുകാരായിട്ട് പണിയെടുത്ത കോൺട്രാക്ടർമാർ മുഴുവൻ ആത്മഹത്യയുടെ വക്കിലാണ്. പലരും ഈ പണി തന്നെ ഉപേക്ഷിച്ചു. 10 കോടി രൂപയുടെ ഒരു ബില്ലും പാസ്സാക്കരുതെന്നും, പകുതി മാത്രം ബില്ലിന്റെ തുക കൊടുത്താൽ മതിയെന്നും, 5 ലക്ഷം രൂപ പോലും പാസ്സാക്കേണ്ടതില്ലെന്നുമുള്ള അവസ്ഥയിൽ ഇപ്പൊ എത്തിയിരിക്കുകയാണ്. 5 ലക്ഷം രൂപ പോലും ഖജനാവിൽ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ കേരളം വലിയ ഒരു സാമ്പത്തിക ആറ്റം ബോംബിന്റെ മുകളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഈ വസ്തുത മലയാളി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ പ്രാഥമികമായിട്ടുള്ള ഒരു ഗൗരവമുള്ള വിഷയം. കാരണം ഇത് മലയാളി മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിന്റെ പരിഹാരത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്.